ഹലോ ഗൈസ്, ഞാനാണ് കാർത്തിക് ശ്രീ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ നിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീം ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഗൈസ്. ഗൈസ് ഈ വോയിസ് ഇച്ചിരി ബ്ലറായിരിക്കും, കുഴപ്പമില്ല ഗൈസ്. ഡേ 1 ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ലൈക്ക് ടാർഗറ്റ് ഗൈസ് 10 ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് ഗൈസ് ഞങ്ങൾ ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീം ഗൈസ് ഏതായാലും എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഗൈസ് ട്രൈ ചെയ്യുന്നത് ഗൈസ്. ഇത് ആദ്യമായിട്ടാണ് ഗൈസ് ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീം ഗൈസ്. ഞാൻ കുറേ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പണ്ട്, പക്ഷേ എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഗൈസ് നിങ്ങൾക്ക് നേരെ ഇവിടെ അടിയിലൊന്നുമില്ല ഗൈസ്. നിങ്ങൾക്ക് രണ്ടിനെ ഒന്നും കൂടെ വിളിച്ചു വരുത്താം ഗൈസ്. ഇതിനകത്ത് ഞാൻ പോകുന്ന ഗൈസ് ഹെലികോപ്റ്റർ എസ്കേപ്പ് ആണ് ഗൈസ്. പിന്നെ നൈറ്റ് മെയർ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഗ്രാനി 1ഉം 3ഉം പോലും ഇല്ല ഗൈസ്. 2 എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഏത് ഗ്രാനിയുടെ ഗെയിമാണ് പാടെന്നുള്ളത് ഗൈസ് കമൻറ്റ് ചെയ്ത് പറയുക. എനിക്ക് ഗ്രാനി ചാപ്റ്റർ 2 ആണ് ഗൈസ്. കാരണം ഗൈസ് ഈ വീട് അത്രയ്ക്കും ബാക്കി 2 വീട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്രയും വലുതല്ല. ഇവർ പെട്ടെന്ന് സ്പോണാകുന്ന സ്ഥലം അങ്ങ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്നെ പിടിക്കുന്നതായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് നേരെ ഇവിടെ തപ്പാ ഗൈസ് ഹെലികോപ്റ്റർ എസ്കേപ്പ് ആണ് ഗൈസ്. ഇവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. കള്ളവൻ്റെ ഫോട്ടോയാ കണ്ടോ. ഓക്കെ, സ്റ്റൺ ഗൺ എടുക്കാം, ഒന്ന് കൊല്ലാൻ രണ്ടിന്. ഓക്കെ. ഓ തള വരുന്നു. ഓ പേട്ടത്തള്ളയുടെ തലക്കൊരെണ്ണം കൊടുത്തേ. പേട്ടത്തള്ള തല പോയി. കിസിനി ആ കള അയ്യോ ജസ്റ്റ് യൂസ്. ഓക്കെ KCP ഈ ഫോട്ടോ കൊണ്ട് ഇവിടെ ഇട്ടേക്കാം. അപ്പോൾ ഗൈസ് ഹെലികോപ്റ്റർ എസ്കേപ്പ് പോയതാണ് ഗൈസ്. ഗൈസ് ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച് നോക്കുമ്പോൾ ഗൈസ് ഞാൻ പണ്ടങ്ങാണ്ടാണ് ഗൈസ് ഗ്രാനി 2 എക്സ്ട്രീം എസ്കേപ്പ് ചെയ്യുന്നത് ഗൈസ്. അത് 5ാമത്തെ ദിവസം ലാസ്റ്റ് ഡേയിൽ, അന്ന് ഇതേ പ്രീസിറ്റി തന്നെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്കിത് വീണ്ടും ഇത് ആവർത്തിക്കാനായിട്ട് പോവാം ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നല്ല ആവശ്യമാണ് ഗൈസ്. ഞങ്ങളുടെ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. എല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഗൈസ്. ഓക്കെ, ഇനി അവരെ വിളിക്കണം. ഇനി രണ്ടും വരാൻ കുറച്ച് ലേറ്റ് ആവും. ഓക്കെ ഇത് വരുന്നുണ്ട്. തള്ള വരുന്നുണ്ട്. പെരട്ടത്തള്ള വന്നു. പെരട്ടത്തള്ളയ്ക്ക് കൊടുത്തു ഗൈസ്. ഇതിനകത്ത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റൺ ഗണ്ണാണ് ഗൈസ്. ഈ തോക്ക് വെച്ചാണ് ഗൈസ് ഞങ്ങൾക്ക്. ഓക്കെ രണ്ടും വന്ന് രണ്ടിനെയും കൊടുത്തു. ഈ സ്റ്റൺ ഗണ്ണാണ് ഗൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. എക്സ്ട്രീം കളിക്കുമ്പോൾ ഗൈസ് ഷോട്ട് ഗണ്ണിൻ്റെ ഉപയോഗം അത്രയ്ക്ക് കുറവായിരിക്കും ഗൈസ്. ഗ്രാനി 1 പോലല്ല ഗൈസ്. ഇതിനകത്ത് റിസോഴ്സസ് കുറവായിരിക്കും ഞങ്ങളുടെ ഷോട്ട് ഗണ്ണിൻ്റെ ആമോ തൊട്ടുള്ളത്. ഷോട്ട് ഗണ്ണിൻ്റെ ആമോ എടുക്കണമെങ്കിൽ ഗൈസ് നമുക്ക് മണ്ടയ്ക്കെങ്കിലും മിനിമം പോണ്ടായിട്ട് വരുന്നുണ്ട്. മറ്റേത് ഇൻഫിനിറ്റ് ആമോ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. അതുവരെ ഞങ്ങൾ എങ്ങനെ പിടിച്ചിരിക്കാനാണ്. അപ്പോൾ ഈ സ്റ്റൺ ഗണ്ണാണ് ഗൈസ് അതിന് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ ഗൈസ് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഗൈസ്. അതും കുറേ നാളുകൾക്ക് ശേഷമാണ് ഗൈസ് ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീം. ഞാൻ കുറേ കളിച്ച് നോക്കി, പക്ഷേ എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. ഗൈസ് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഗൈസ് എസ്കേപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ കട്ടിംഗ് പ്ലേസ് അവിടെ കിടക്കട്ടെ, അതും ആവശ്യമുണ്ട്. വണ്ടിക്ക് ഹെലികോപ്റ്റർ കീ ഉണ്ട് ഗൈസ്. പിന്നെ ഹെലികോപ്റ്റർ മാനുവലും ഉണ്ട്. ഓക്കെ ഇനി ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണേ. ഓക്കെ ഗൈസ് എൻ്റെ കള്ളക്കള വരുന്നുണ്ട് ഗൈസ്. ഇച്ചിരി ലേറ്റായി തള്ളച്ച് വന്നപ്പോഴത്തേക്ക്. കുഴപ്പമില്ല ഗൈസ്, ഈ കട്ടിംഗ് പ്ലേസ് അങ്ങോട്ട് എറിയാൻ ഗൈസ്. ഇത് കളിക്കഴിച്ച് നല്ല ടഫാണ് ഗൈസ്. ഗൈസ് ഈ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ ഗൈസ് ഞങ്ങൾക്ക് ബോട്ട് എസ്കേപ്പ് ഡോർ എസ്കേപ്പും ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ എൻ്റെ ഒരു മികവ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കും ഗൈസ് ഞാൻ ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീം കളിക്കുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്ത് പറയുക ഗൈസ്. ഓക്കെ ഗ്രാനി മെൻ എക്സ്ട്രീം ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഗെയിം പ്ലെയറാണ്. ഓക്കെ ഗൈസ് രണ്ടിനെയും പിന്നെ അടിച്ചിട്ട് ഞങ്ങൾക്ക് ഗ്രാനി 3യും കൂടെ കളിക്കണ്ട. ഓക്കെ ഇവിടെയൊക്കെ ചുമ്മാ തപ്പിയിട്ടൊരു കാര്യമില്ല ഗൈസ്. ഞങ്ങൾക്ക് താരോട്ടാണ് പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ ഞങ്ങൾ താരോട്ട് പോകണം. ഓക്കെ ഗൈസ് രണ്ടിനെയും തട്ടിയിട്ട് നേരെ താരോട്ട് പോകാം ഗൈസ്. ഓക്കെ നമുക്ക് താരോട്ട് പോയി ഗൈസ്. അവിടെ ഓൾക്കാനുണ്ട്, 2 ഫോട്ടോ ഉണ്ട്, പിന്നെ ഗ്ലാസ് ഫ്യൂസ് ഉണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഗൈസ് ഇവിടുന്ന് കളക്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിത് ഇത്ര എടുത്ത് മണ്ടക്കോട്ട് ഇടണം. ഓക്കെ ഇവിടെ ആരുമില്ല. തള്ളയൊക്കെ ഇവിടെ സ്പോൺ ആവാറുള്ളതാണ്. ഓക്കെ ഗൈസ് ഇവിടെ ആരുമില്ല അങ്ങനെ. ഓക്കെ
അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് ദിവസം മുമ്പേ എങ്ങാണ്ട് ഗൈസ് ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു ഗൈസ് ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീമിൻ്റെ ഗൈസ്. അത് കണ്ടവർക്കറിയാം ഗൈസ്, അതിനകത്ത് വേറെ ചെറുക്കേണ്ട ഒച്ചയുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് ഞാൻ എക്സ്ട്രീമി ഫെയിലാവുന്നതാണ് ഗൈസ്. അതിനകത്ത് എനിക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് സങ്കടം തോന്നിയായിരുന്നു, എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഗൈസ്. ഞാൻ കുറേ അപ്പോൾ ഗൈസ് ഡോർ എസ്കേപ്പ് ചെയ്യുന്ന ഗൈസ് അതിനകത്ത് ചെയ്യാൻ നോക്കിയതേ, തള്ളച്ചേനെ ഒന്ന് കൊന്നിട്ട്. ഓക്കെ, കളയ്ക്ക് ഓർമ്മ കൊടുത്തു, ഇത് വേറെ ഷോക്ക് അടിക്കുന്ന പോലെ. അപ്പോൾ ഗൈസ് അതിനകത്ത് ഞാൻ ഡേ 5 ഗൈസ് ഏതാണ്ട് എസ്കേപ്പ് ആവാറായതാ, പക്ഷേ ചത്തുപോയി. ഒന്ന് കളാൻ പോന്നേ. ഗൈസ് ഞങ്ങളുടെ കൂടെ ആ ചെറുക്കനും ഉണ്ടായിരുന്നു, അവന് അവൻ്റെ കൂടെ ഇരുന്ന് കളിച്ചോണ്ടിരുന്നേ. ഓക്കെ ഗൈസ് അങ്ങനെ നേരെ താഴെ ഇട്ടുപോകാം ഗൈസ്. അന്ന് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഗൈസ് ഞങ്ങൾ റിവെഞ്ച് എടുക്കും ഗൈസ് രണ്ടിനോട്. അന്നത്തെ റിവെഞ്ച് അന്ന് കരുതിയാൽ മതി. ഓക്കെ ഗൈസ് ഞങ്ങൾക്ക് നേരെ ഓൽക്കാൻ എടുത്തിട്ടുണ്ട്. തള്ള പൊങ്ങിയോ അറിയില്ല, തള്ള ചിലപ്പോൾ ഇവിടെയൊക്കെ സ്പോണാറുള്ളതാ, ഇതൊക്കെ കുറേ കണ്ടിട്ടുള്ളതാ. ഓക്കെ ഓൽക്കാൻ ഇവിടെ ഇടാം. വെപ്പൺ എടുത്തിട്ട് ഒന്നും കൂടെ തട്ടണം. അയ്യേ ജസ്റ്റ് അത് ഭയങ്കര കഷ്ടമായി പോയേ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തള്ളച്ചി എങ്ങനെയാണെന്ന് അടിക്കുമെന്ന്. കുഴപ്പമില്ല, ഡേ 2 ആയിട്ടുണ്ടേ. ഓക്കെ ഗൈസ്, അതേതായാലും വലിയൊരു പണിയാണ് തന്നത് ഗൈസ്. നേരെ എണ്ണിക്കുക ഗൈസ്, ഞങ്ങൾക്ക് നേരെ ഇറങ്ങാം ഗൈസ്. ഞങ്ങൾക്ക് ചുമ്മാ ഡേ കളയാൻ പറ്റത്തില്ല ഗൈസ്. എനിക്കിവരെ രണ്ടിനെയും ഒരു ദിവസം പോലെ കൊല്ലാൻ എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതും കുഴപ്പമില്ല ഗൈസ്, എസ്കേപ്പ് ചെയ്താൽ മതിയല്ലോ ഗൈസ്, എന്നാലേ ഗൈസ് പ്രോ ആകത്തുള്ളൂ. എക്സ്ട്രീം എസ്കേപ്പ് ചെയ്യുന്നവൻ പ്രോയാ പറഞ്ഞിട്ട് കാര്യമില്ല. തള്ളിച്ചേരുന്നുണ്ട്. അയ്യോ പിടിച്ചടാ. വെറുതെ 2 ദിവസം കളഞ്ഞ് വെറുതെ. അയ്യോ. ഓക്കെ ഗൈസ് ഡേ 3 ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, ആണെങ്കിൽ ഞാൻ വെറുതെ 2 ദിവസം കളഞ്ഞ് ഗൈസ്. ഇനി ചത്ത ഗൈസ് ഞങ്ങൾക്ക് പണി കിട്ടും. 4ാമത്തെ ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും 2 ശരിക്കും എണ്ണിയിട്ട് പണിയാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഗൈസ് ഇനി ചാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ ഗൈസ് ഞങ്ങൾക്ക് ഒന്നും കൂടെ ചെയ്യാം. തള്ളച്ചിയ പണി തരുന്ന എനിക്ക് സ്ഥിരം. ഞാൻ എപ്പോഴും പോകുമ്പോൾ ഇവർ ഈ മണി കാരണം ആ ശ്രീനയുടെ പരട്ടക്കൊച്ചി കാരണമാ കുറച്ചും പിന്നെ പിടിച്ചേ. രണ്ടും ഒരുമിച്ച്, അതുകൊണ്ട് ഞങ്ങൾക്ക് ലാഭം കുഴപ്പമില്ല. ഓക്കെ ഞങ്ങൾ മണ്ടക്കോട്ട് കയറാം ഗൈസ്. ഗൈസ് ഇവിടെ ഗ്ലാസ് വ്യൂസ് എടുപ്പുണ്ട് ഗൈസ്, ആ തക്കം കൊണ്ട് ഇതെടുക്കാം. ഇപ്പോൾ ഗൈസ് ക്രിക്കിംഗ് ഫോൾ അടിച്ചു, ഇപ്പോൾ 2 രൂപയ്ക്ക് പോരും. അയ്യോ വേഗം വിട്ട് ചെച്ചു വിടുന്ന പോലെ വിട്ടേക്കാം. ഓക്കെ ഞങ്ങൾക്ക് നേരെ മണ്ടക്കോട്ട് കയറാം. അയ്യോ ഓക്കെ ഗൈസ് ഞാൻ എൻ്റെ ഗ്ലാസ് വ്യൂസ് എടുത്ത് ഗൈസ് അങ്ങോട്ട് ഇടാം ഗൈസ്. ഹെലികോപ്റ്ററിലേക്ക് പിന്നെ ഗൈസ് മണ്ടയ്ക്കാണ് ഗൈസ് ഹെലികോപ്റ്റർ മാനുവൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ലാഭം. ഗൈസ് വെപ്പൺ എടുക്കാം. ഏതായാലും 2 പൊങ്ങി വരും, അപ്പോൾ കൊടുക്കാൻ 2-നെയും പൊങ്ങി എല്ലാം വരുന്നുണ്ട്. ഓക്കെ ഗൈസ് തള്ളയ്ക്ക് ഒരെണ്ണം കൊടുത്തേ, ഞാൻ കള്ളക്കളവും വരാനുണ്ട്. അപ്പോൾ ഗൈസ് ഈയിടെയായിട്ട് വന്ന അപ്ഡേറ്റിലാണ് ഗൈസ് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജാണ് ഗെയിമിൽ. പണ്ടാണെങ്കിൽ ഗൈസ് അതുപോലും ഇല്ല എന്നാ ഗൈസ്. എന്നിട്ട് ഞാൻ അന്ന് എസ്കേപ്പ് ചെയ്തു 5ാമത്തെ ദിവസം. ഞാനിത് കുറേ കളിച്ചാണ് നോക്കുന്നത് ഈ ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീം. ഗൈസ് ഗ്രാനി 3യും കളിക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ വീഡിയോ വേണമെന്നുള്ള ഗൈസ് കമൻറ്റ് ചെയ്യുക. ഹാർഡ് മൂഡ് വേണോ എക്സ്ട്രീം വേണോ നിങ്ങൾ പറഞ്ഞാൽ മതി. ഫസ്റ്റ് ഏതായാലും ഹാർഡ് മൂഡ് കളിക്കാം. ഓക്കെ ഇവിടെ അടി ഫോട്ടോ ഇരിപ്പുണ്ട്, എടുക്കാം ഗൈസ്. ഇവരെ കൊന്നിട്ട് പെട്ടെന്ന് സാധനം എടുക്കുന്നതായിരിക്കും ഗൈസ് വലിയ സ്ട്രാറ്റജി. അത് 2-നെയും ഒരുമിച്ച് കിട്ടുന്നതാണ് ഗൈസ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഓൾറെഡി 15 സെക്കൻഡേ ഉള്ളൂ. ആ 2-നെ ആ ഒരു 5 സെക്കൻഡിൻ്റെ ക്യാപ്പിനുള്ളിൽ കൊന്നു കഴിഞ്ഞാൽ ഒരു സാധനം എടുക്കാനായിട്ടുള്ള ടൈം കിട്ടും. ഗൈസ് ഇങ്ങനെ സാധനം എടുത്ത് ഞങ്ങൾക്ക് പതുക്കെ കളക്ട് ചെയ്ത് വെച്ചാൽ മതി, ഞങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ കിട്ടാൻ ചില സമയം ചാൻസ് കുറവാണ് ഗൈസ്. ഗ്രാനി 1 പോലല്ല ഗൈസ്, ചില സമയം ഗ്രാനി എന്തോ കാരണം ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒച്ചയിട്ട് വിളിക്കത്തില്ലേ, ഞങ്ങൾ ഈ തൊട്ടി കീഴ് വന്നിട്ട് തിരിച്ച് നടന്നു പോകും. പിന്നെ അപ്പൂപ്പനാണെങ്കിൽ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ബോഡിയാണ് പുള്ളിക്ക്. പുള്ളി തിരിഞ്ഞൊക്കെ ഓടി വരുന്നത് ഗൈസ്. പിന്നെ ഞാൻ ഈയിടെയായിട്ടൊക്കെ കളി കളിച്ചു ഗൈസ്. അതിനകത്ത് ഏതാണ്ട് എസ്കേപ്പ് ആവാറായപ്പോഴത്തേക്ക് ഗൈസ് 2 ബഗ് അടിച്ചിരിക്കുന്നു ഗൈസ്. പിന്നെ ആ വീഡിയോ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഓക്കെ 2 വന്നേ. കളവന് ഓർമ്മ കൊടുക്കാം. വാട്ട് എ ഷോട്ട്. കളവനെ ഗൈസ് ഞങ്ങൾ ഏതാണ്ട് എസ്കേപ്പ് ആവാറായിട്ടുണ്ട്. സാധനങ്ങളെല്ലാം ഓൾറെഡി കിട്ടിയെല്ലാം കഴിഞ്ഞു. ഓക്കെ ഇവിടോട്ട് ഇടാം ഗൈസ്. വെപ്പൺ എടുക്കുക. ഓക്കെ
രണ്ടിനെ കൊണ്ടിട്ട് പോകാനായിരുന്നു ഗൈസ്. എനിക്ക് ആ പേട്ടത്തള്ളാവുന്ന എനിക്ക് 2 അടി തന്നു. അത് ഓൾറെഡി 3-ാമത്തെ ദിവസം കൊണ്ട് എസ്കേപ്പ് ചെയ്യാനായിട്ടായിരുന്നു. അത് ഗൈസ് അത് എൻ്റെ മിസ്റ്റേക്കാണ്. അല്ല എന്നെങ്കിൽ ഗൈസ് ഞങ്ങൾക്ക് വേഗം എസ്കേപ്പ് ചെയ്യാമായിരുന്നു. എന്തോ പറയാനേ, ചാണ്ട വിളി ചാവും. ഓക്കെ, ഞാൻ കള്ളക്കളം വരുന്നുണ്ട്. ഓക്കെ, വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പുള്ളിക്കാരൻ വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാം. അത് വരുന്നുണ്ട്. ഓ ഓക്കെ ഗൈസ്, ഓക്കെ നമുക്ക് നേരെ മണ്ടക്കോട്ട് പോകാം ഗൈസ്. ഓക്കെ, കഥ ഉടച്ചു. ഇപ്പം തള്ള വരും പറന്ന്. ഗൈസ് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ഏതാണ്ട് പകുതിയോളം ഗൈസ് ഞങ്ങൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇനി വെക്കണം. സെക്യൂരിറ്റി റൂം അത്രയ്ക്ക് സേഫ് അല്ല ഗൈസ്. അകത്ത് കയറി മണ്ടക്കോട്ട് ചെന്നാലേ കുഴപ്പമില്ലാത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും. 2 ശരിക്കും എന്നെ ഇട്ട് അലക്കും തന്നെ. ഓക്കെ, കുറച്ച് എടുക്കേണ്ട സാധനങ്ങൾ എടുത്ത് ചെയ്യാം ഗൈസ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഫോൾ ഡാമേജ് കൊള്ളുവാണെങ്കിൽ ഗൈസ് ഞങ്ങൾ ചത്തുപോകും ഗൈസ്. അതുകൊണ്ട് അത് ഒഴിവാക്കുക ഗൈസ്. ഞങ്ങൾക്ക് ഒരു ഇടവിട്ടായിരിക്കും ഗൈസ് താഴ്ചന്ന് സാധനം എടുക്കുന്നത്. ട്രിക്കിയാണ് ഗൈസ് അപ്ഡേറ്റ് വന്നതോടെ. ഹെലികോപ്റ്റർ എസ്കേപ്പ് നേരത്തെ സേഫസ്റ്റ് എസ്കേപ്പാണ് ഗൈസ് ഹെലികോപ്റ്റർ. ഇപ്പം നേരത്തെ ഓക്കെ, ഇവരിനി വലിയ അപ്ഡേറ്റുകളും എല്ലാം കൊണ്ടുവരുമെന്ന് എനിക്കറിയത്തില്ല ഡെവലപ്പേഴ്സ്. ഇതിൻ്റെ ഗ്രാനിയുടെ 4th ചാപ്റ്റർ കുറേ നാളായിട്ട് ഇറക്കിയിട്ടില്ല. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറും അങ്ങനെയെല്ലാം കിട്ടുകയാണെങ്കിൽ ഗൈസ് കൊള്ളാം. പിന്നെ ഗൈസ് കുറേ അൺഒഫീഷ്യൽസ് വരുന്നുണ്ട്. അതിനെനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കളിക്കാനായിട്ട്. എന്തായാലും ഗൈസ് ഞാൻ ഇതൊന്നും വേണമെങ്കിൽ ഗൈസ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കളിക്കാം. ഓക്കെ, ഇവിടെ ആരുമില്ല. ഓക്കെ, എൻ്റെ ഫോട്ടോ എടുക്കാം. കാര്യങ്ങൾ കുറച്ച് എളുപ്പമാക്കാനായിട്ട് പതുക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചാൽ മതി. പുള്ളിയുടെ സെക്യൂരിറ്റി റൂമാണ്. പുള്ളി വരുന്ന തീർന്നു. ആ മൊട്ടത്തല കണ്ടോ? ആയി. ഓക്കെ, ഒന്നും കൂടെ ചാടാം. ഇത് ലാസ്റ്റ് ചാട്ടോവാ. ഇനി 2 സാധനങ്ങൾ ഇരിപ്പുണ്ട് ഗൈസ്. ഗ്ലാസ് ഫ്യൂസ് എടുക്കാം. ബാക്കി 2 അവിടെ കിടക്കട്ടെ ഗൈസ്. ഇതെല്ലാം വെച്ചിട്ട് ഗൈസ് ഞങ്ങൾക്ക് എടുക്കാം. എല്ലാം ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് 2 ഫോട്ടോ കൊണ്ടുവെക്കാം ഗൈസ്. ഏതാണ്ട് എസ്കേപ്പ് ആവാറായിട്ടുണ്ട്. ഹെലികോപ്റ്റർ മാനുവലുണ്ട് ഗൈസ്, എല്ലാം ഉണ്ട്. ഈ സാധനം ചില സമയത്ത് തന്നെ ചതിക്കുക. ഹെലികോപ്റ്റർ മാനുവൽ എനിക്ക് അനുഭവമൊക്കെ ഉള്ള ഗൈസ്. ഗ്രാനി വന്നോളില്ല ഗൈസ്, നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ഗെയിമിന്. എസ്കേപ്പിലും ബാഡ് എൻഡിങ്, അത് ഹെലികോപ്റ്റർ. ഓക്കെ, എൻ്റെ ഗൈസ് ഹെലികോപ്റ്റർ കീ ഒക്കെ കിടക്കുന്നത്. അത് കിടക്കട്ടെ, അത് നിങ്ങൾക്ക് എടുത്തേക്കാം. അടുത്ത് അങ്ങോട്ടാണ് ഗൈസ്, അതാകുമ്പോൾ എളുപ്പമാണ് ഗൈസ്. ഇതെൻ്റെ ഫസ്റ്റ് ഹൊറർ ഗെയിമാണ് ഗൈസ്, ഗ്രാനി ചാപ്റ്റർ 2. 1ഉം 3ഉം കളിക്കുന്നതിന് മുന്നേ ഞാൻ ഇതാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളിതെല്ലാം കൂട്ടത്തോടെ ഇരുന്ന് കളിക്കും ഗൈസ്. ഞങ്ങളവിടെ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ ഇരിക്കും. ഞങ്ങൾ കുറേ എണ്ണം ഫോണും ഒക്കെ ആയിട്ട് വന്നിരിക്കും ഇത് കളിക്കാൻ വേണ്ടി മാത്രം. എൻ്റെ അനിയനൊക്കെ പ്രാക്ടീസ് ചെയ്ത് കളിക്കും. ഞാൻ ഈസി നോർമലോളുള്ള ഡിഫിക്കൽട്ടി ഇട്ടാണ് ഗൈസ് അന്ന് കളിച്ചുകൊണ്ടിരുന്നത്. നല്ല രസമായിരുന്നു കളിക്കാൻ. ഇപ്പോൾ ഒന്നും ആർക്കും അങ്ങനെ സമയമൊന്നും ഇല്ല, അത് കുഴപ്പമില്ല ഗൈസ്. ഞങ്ങൾ എല്ലാ സാധനവും അങ്ങനെ കയറ്റിയിട്ടുണ്ട് ഗൈസ്, ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഗ്ലാസ് ഫ്യൂസ് എടുക്കുക ഞങ്ങൾക്ക്. ഓക്കെ, ഇതെല്ലാം അങ്ങോട്ട് ഇട്ടേക്കാം. ഇതൊക്കെ ഇച്ചിരി എടുക്കാനായിട്ട് എളുപ്പത്തിനാണ് ഗൈസ്. ഓക്കെ, എടുക്കാം. ഗ്ലാസ് ഫ്യൂസ് എടുക്കാം ഗൈസ്. ഇനി ഗൈസ് അതേ കയറി വെടി വെക്കണം, അല്ലെങ്കിൽ ഓൾറെഡി ഞങ്ങൾ 2 ദിവസം ചുമ്മാ കളഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ഗൈസ് ഒരു ദിവസം പോലെ ചാവാതെ ഞങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഗൈസ് ഒരു ദിവസം പോലെ ചാവാതെ എസ്കേപ്പ് ചെയ്യാനാണെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്ത് പറയാം ഗൈസ്. ഞങ്ങൾക്കത് എന്തായാലും ചെയ്ത് നോക്കണ്ട. അതൊക്കെ ഞങ്ങളെ കൊണ്ട് അത്രയേ ഉള്ളൂ. ഇത് ഞാൻ കുറേ കളി ട്രൈ ചെയ്ത് ഗൈസ്. അവസാനം എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. അന്ന് എസ്കേപ്പ് ഒഫീഷ്യലി അൺഒഫീഷ്യലായിട്ട് എസ്കേപ്പ് ചെയ്തപ്പോഴത്തേക്ക് എന്നാ സന്തോഷമായിരുന്നു. ഗ്രാനി 1 എസ്കേപ്പ് ആയിട്ട് പോലും എനിക്ക് അത്രയും ഇതില്ലായിരുന്നു. 2 എസ്കേപ്പ് ചെയ്തിട്ട് ഭയങ്കര ഇതാ. ഏതാണ്ട് വലുതേതാണ്ട് കിട്ടിയ പോലെ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഗ്രനേഡ് കുറേ കിടപ്പട്ടെ. പുള്ളി ഒരു വാർ വെറ്ററനാണ് ഗൈസ്. അതാണ് ഗൈസ് പുള്ളിയുടെ വീട്ടിൽ ഹെലികോപ്റ്ററും പിന്നെ ഈ ഓലിക്കാനൊക്കെ കിടക്കുന്നത് ഗൈസ്. പുള്ളി പട്ടാളത്തിൽ ഉണ്ടായിരുന്നതാ.
പുള്ളി സ്ട്രിക്റ്റാ. പുള്ളി എത്ര സ്ട്രിക്റ്റ് ആണെങ്കിലും ഗൈസ് ഞങ്ങളെ പിടിച്ചില്ല ഏതായാലും. ഓക്കെ, എല്ലാം കൂരിട്ട എന്തോ ചെയ്യാനാ. അയ്യോ. ഓക്കെ, ഞങ്ങളെ ഫ്യൂവൽ അങ്ങോട്ട് നിറയ്ക്കാം. ഇച്ചിരി ഇത് നിറങ്ങാൻ ഇച്ചിരി ഭയങ്കര സമയം എടുക്കുന്നുണ്ട്. ഓക്കെ. ഓ ഗൈസ് അങ്ങനെ നിറങ്ങിയിട്ടുണ്ടേ. ഗൈസ് ഹെലികോപ്റ്ററൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് നേരെ എസ്കേപ്പ് ചെയ്യാന്നാണ് ഗൈസ്. ഓക്കെ, എടുക്കാം. ഞങ്ങളെ എസ്കേപ്പ് ആറായിട്ടുണ്ട് ഗൈസ്. എസ്കേപ്പ് ഓ. അപ്പോൾ ഇത് ഞങ്ങൾ ഗ്രാനി ചാപ്റ്റർ 2 അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും മറക്കാത്ത ഗൈസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഞാൻ റെക്കോർഡർ ഓഫ് ചെയ്തിട്ടുണ്ടോ നോക്കാനാ ഗൈസ് അങ്ങനെ നോക്കിയത്. അയ്യോ, ഞാൻ ക്യാമറ തിരിച്ചു വെക്കാൻ മറന്നുപോയി. അയ്യോ, ഇത് തിരിയുന്നില്ല. ഓക്കെ, അയ്യോ തിരിയുന്നില്ലല്ലോ. ഓ അയ്യോ, അതെ രണ്ടിനെയും കാണാൻ പോയേ, കണ്ടില്ല ഗൈസ്. അയ്യോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരും മറക്കാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. ഇനി പുതിയ വീഡിയോ ഒക്കെ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.